നമ്മളിപ്പോൾ കംപ്ലീറ്റഡ് കോൺട്രാക്റ്റിൻ്റെ എന്നുവെച്ചാൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള കംപ്ലീറ്റഡ് കോൺട്രാക്റ്റിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തു നമ്മൾ നോക്കിയിരുന്നു നേരത്തെ വീഡിയോയിൽ. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നമ്മൾ കുറച്ച് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തിയറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വർക്ക് സർട്ടിഫൈഡ് കോൺട്രാക്ട് പ്രൈസിനേക്കാളും ഇത്ര പെർസെൻറ്റേജ് അല്ലെ ഈ റേഷ്യോയിൽ താഴെ നിന്നാൽ നമ്മൾ എങ്ങനെയാണ് അത് കമ്പ്യൂട്ട് ചെയ്യുന്നത്, അത് അക്കൗണ്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ തിയറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ ഇനി അതിൻ്റെ പ്രോബ്ലംസിലോട്ട് കിടക്കാം. നമുക്ക് ഈ വർക്ക് സർട്ടിഫൈഡ് 1/4 ലെസ് ആണ്. ഇഫ് വർക്ക് സർട്ടിഫൈഡ് ഈസ് ലെസ് ദാൻ 1/4 ഓഫ് ദി കോൺട്രാക്ട് പ്രൈസ്, അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയാണ് ഇത് അക്കൗണ്ട് ചെയ്യുന്നത്, ഈ കോൺട്രാക്ട് അക്കൗണ്ടിൽ അക്കൗണ്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവിടെ പ്രോഫിറ്റോ ലോസോ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ഈ പ്രോഫിറ്റിനെ കംപ്ലീറ്റ്ലി റിസർവിലോട്ട് മാറ്റും എന്നാണ് റൂൾസിൽ പറഞ്ഞത് അല്ലേ. കംപ്ലീറ്റ് ആയിട്ടും റിസർവ് ആയിട്ടാണ് മാറ്റുന്നത്. അവിടെ പ്രോഫിറ്റ് ഒന്നും അസർട്ടൈൻ ചെയ്യുന്നില്ല. ആ കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ കംപ്ലീറ്റും വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവിലോട്ട് മാറ്റും എന്നാണ് നമ്മൾ തിയറിയിൽ പറഞ്ഞത്. ഏത് സിറ്റുവേഷൻ വരുമ്പം വർക്ക് സർട്ടിഫൈഡ് 1/4 കുറവാണെങ്കിൽ, കോൺട്രാക്ട് പ്രൈസിൻ്റെ 1/4 താഴെയാണെങ്കിൽ. നമുക്കൊരു പ്രോബ്ലത്തിലൂടെ അതെന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കൊരു പ്രോബ്ലം നോക്കാം. A building contractor undertaking a contract for the construction of a certain building on 1st January 2018. The contract price was agreed at rupees 4 lakh. The contractor had made the following expenditure during the year. Prepare a contract account and show relevant journal entries in the balance sheet. അപ്പം നമുക്ക് ഇതാണ് ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്നത്. ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയുന്നത് 4 lakh. അതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരു ബിൽഡിംഗ് കോൺട്രാക്ടറാണ്. അപ്പം അത് എന്നത്തേക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം പറയുന്നു. നമുക്ക് തന്നിരിക്കുന്ന ഐറ്റംസ് നോക്കാം. നമ്മൾ ജസ്റ്റ് എന്താണ് കോൺട്രാക്ട് അക്കൗണ്ട്, അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ നോക്കിയതാണ്. ഇതിൽ തന്നിരിക്കുന്ന ഐറ്റം നമുക്ക് നോക്കാം. ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ്ഡ് rupees 20,000. Direct material issued from store rupees 5,000. Direct labor rupees 15,000. Plant issued rupees 40,000. Indirect expense rupees 10,000. Value of plan on 31st December 2018 rupees 30,000. എന്ന് വെച്ചാൽ വാല്യൂ ഓഫ് പ്ലാന്റ് ക്ലോസിംഗ് ഡേറ്റിൽ December 31st നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ് ആണ്. അത് മെറ്റീരിയൽ അറ്റ് സൈറ്റ് ആണ്. സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഓൺ 31st December 2018 5,000. ഓക്കെ, പ്ലാന്റ് അറ്റ് സൈറ്റും ഉണ്ട്, മെറ്റീരിയൽ നമ്മുടെ കയ്യിലുള്ളത് ഉണ്ട്. മെറ്റീരിയൽ റിട്ടേൺ ടു സ്റ്റോറിലോട്ട് റിട്ടേൺ വന്ന ഗുഡ്സ് ആണ് 1,000. വർക്ക് സർട്ടിഫൈഡ് ബൈ ദ ആർക്കിടെക്ട് 75,000. അപ്പം നമ്മൾ ഈ ഏരിയയാണ് ക്ലിയർ ആയിട്ടും നോക്കാനുള്ളത്. നിങ്ങളൊന്ന് നോക്കുക. വർക്ക് സർട്ടിഫൈഡ് ബൈ ദ ആർക്കിടെക്ട് 75,000. ക്യാഷ് റിസീവ്ഡ് rupees 70,000. കോസ്റ്റ് ഓഫ് വർക്ക് നോട്ട് യെറ്റ് കൺഫേം rupees 4,000. ഈ ഏരിയയാണ് നമുക്ക് കൂടുതലായിട്ട് നോക്കേണ്ടത്. ഏത് ഏരിയയാണ്? വർക്ക് സർട്ടിഫൈഡ് ബൈ ദ ആർക്കിടെക്ട് 75,000. അപ്പം സർട്ടിഫൈ ചെയ്തിരിക്കുന്നത് 75,000 rupeesൻ്റെ ഉള്ളൂ. ക്യാഷ് കിട്ടിയിരിക്കുന്നത് 70,000 ഉള്ളൂ. വർക്ക് കൺഫേം ആകാത്തത് എത്രയാ? 4,000 ഉണ്ട് അല്ലേ. ഇങ്ങനെ കാണുമ്പോൾ നമുക്കറിയാം സർട്ടിഫൈഡ് അല്ല, കംപ്ലീറ്റ്ലി സർട്ടിഫൈഡ് അല്ല, ഇതൊരു ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് ആണ്. അപ്പം നമുക്ക് ഇതിനകത്ത് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കോൺട്രാക്റ്റ് അക്കൗണ്ടും പിന്നെ എൻട്രീസ് എങ്ങനെ ബാലൻസ് ഷീറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്കപ്പോഴത്തേക്ക് ആ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ആ പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ കോൺട്രാക്റ്റ് അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ എൻട്രി എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മളുടെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, നമ്മൾ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൽ ഫസ്റ്റ് റൂളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വർക്ക് സർട്ടിഫൈഡ് ഈസ് ലെസ് ദാൻ 1/4 ഓഫ് കോൺട്രാക്ട് പ്രൈസ്. കോൺട്രാക്ട് പ്രൈസിനേക്കാളും 1/4 കുറവാണ് വർക്ക് സർട്ടിഫൈഡ് എങ്കിൽ നമ്മൾ ആ കംപ്ലീറ്റ് പ്രോഫിറ്റിനെയും റിസർവ് ആയിട്ട് കാണിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അറിയേണ്ടത് ഈ കോൺട്രാക്ട് പ്രൈസിൻ്റെ 1/4 കുറവാണോ സർട്ടിഫൈഡ് എന്ന് നോക്കണം. നമുക്കിവിടെ തന്നിരുന്ന കോൺട്രാക്ട് പ്രൈസ് നമ്മൾ ക്വസ്റ്റ്യനെ കണ്ടിരുന്നു rupees 4 lakh ആണല്ലേ. 4 lakh ആണ്. അതിൻ്റെ 1/4 എത്ര നിങ്ങൾ നോക്കുക. ദാറ്റ് ഈസ് 1 lakh.
1 lakh ആണ്. അപ്പം നമുക്ക് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടു 75,000 ആണ് നമുക്ക് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞ് തന്നിരുന്നത്. ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നതാണ് ഡയറക്റ്റ്. പക്ഷേ നമ്മൾ നോക്കേണ്ടത്, ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് വർക്ക് സർട്ടിഫൈഡ് 1/4 കുറവാണോ എങ്കിൽ മാത്രമേ നമുക്ക് റിസർവിലോട്ട് മാറ്റാൻ പറ്റൂ. അപ്പം നമ്മൾ എത്രയാണോ കോൺട്രാക്ട് പ്രൈസ് അത് 4 lakh ആണ്, അതിൻ്റെ 1/4 നോക്കുവാണ്. ദാറ്റ് ഈസ് 1 lakh. 1 lakh ആണ് വരേണ്ടത്. പക്ഷേ 1 lakhലും താഴെയാണ് വർക്ക് സർട്ടിഫൈഡ്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടുത്തെ കംപ്ലീറ്റ് പ്രോഫിറ്റിനെയും നമുക്ക് റിസർവിലോട്ട് മാറ്റാം എന്ന് നമുക്ക് ക്ലിയർ ആയി. ഇനി നമുക്ക് കോൺട്രാക്റ്റ് അക്കൗണ്ടിലോട്ട് കടക്കാം. നമ്മൾ നേരത്തെ ചെയ്തൊരു പ്രോബ്ലത്തിൽ കോൺട്രാക്റ്റ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ നമ്മൾ നോക്കേണ്ടത്, ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റിന് തന്നിരുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ്ഡ് ₹20,000 ആണ്. അപ്പോൾ എന്താണ് പർച്ചേസ്ഡ് ആണ്, എക്സ്പെൻസ് ആണ്, നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു ഡയറക്റ്റ് മെറ്റീരിയൽ ₹20,000. അടുത്ത നോക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ ഇഷ്യൂഡ് ഫ്രം സ്റ്റോറിൽ നിന്ന് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്തു അല്ലേ. അപ്പോൾ അതും എന്താ നമ്മുടെ കയ്യിൽ നിന്ന് പോയതാണ്, ഇഷ്യൂ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എന്താണ് അതിനെ നമ്മൾ എക്സ്പെൻസ് ആയി ട്രീറ്റ് ചെയ്ത് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു. ടു ഡയറക്റ്റ് മെറ്റീരിയൽ ഇഷ്യൂഡ് 5,000 ആണ് കേട്ടോ. അടുത്ത നോക്കിയേ, ക്വസ്റ്റ്യനിൽ തന്നിരുന്ന ഡയറക്റ്റ് ലേബർ ആണ്, എക്സ്പെൻസ് ആണ്, വേജസ് കൊടുത്തതാവാം. ടു ഡയറക്റ്റ് ലേബർ 15,000. അടുത്തത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് പ്ലാന്റ് ഇഷ്യൂഡ് ആണ് അല്ലേ. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിലും ചെയ്തിരുന്നു. പ്ലാന്റ് ഇഷ്യൂഡ് തരാം, അതിനകത്ത് ചിലപ്പോൾ ഡിപ്രീസിയേഷൻ വാല്യൂ തരാം, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ കഴിഞ്ഞുള്ള വാല്യൂ തരാം. അപ്പം നമ്മൾ കോസ്റ്റ് പ്രൈസ് ഇഷ്യൂ ചെയ്ത വാല്യൂ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക, അത് കഴിഞ്ഞ് ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള വാല്യൂ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക അല്ലേ. ഇപ്പോൾ ഇവിടെ ഇഷ്യൂഡ് ആണ്, അപ്പോൾ കോസ്റ്റ് പ്രൈസ് ആണ് 40,000, നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിച്ചു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ₹10,000. എക്സ്പെൻസ് ആണ്, നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ത് ചെയ്തു 10,000 ഡെബിറ്റ് സൈഡിൽ കാണിച്ചു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത് വാല്യൂ ഓഫ് പ്ലാന്റ് ഓൺ 31st December 2018 അല്ലേ. അപ്പം ആ വർഷം എൻഡിങ്ങിൽ ഉള്ള പ്ലാന്റ് ആണ് നമ്മുടെ ഇരിക്കുന്നത്. അതെന്ന് പറയുന്നത് എന്താ, ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മൾ എന്താ ബൈ പ്ലാന്റ് അറ്റ് സൈറ്റ് 30,000 തന്നെ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു. 40,000 രൂപയാണ്. ഇപ്പോൾ സൈലൻ്റ് ആണ്, 10,000 രൂപ ഡിപ്രീസിയേഷൻ അവിടെ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്തത് പറഞ്ഞിരിക്കുന്നത് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഓൺ 31st December 2018. അപ്പോൾ എന്താണ് നമുക്ക് ആ ഇയർ എൻഡിൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സ്റ്റോക്കാണ്, നമ്മുടെ സൈറ്റിലുള്ള സ്റ്റോക്കാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു ₹5,000. ഇതെല്ലാം ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിരിക്കുന്നതാണ് കേട്ടോ. ബൈ മെറ്റീരിയൽ റിട്ടേൺ, നമുക്ക് മെറ്റീരിയൽ റിട്ടേൺ ടു സ്റ്റോറിലോട്ട് റിട്ടേൺ ചെയ്ത മെറ്റീരിയൽ തന്നായിരുന്നു 1000. അതും നമ്മുടെ കയ്യിലുണ്ട്, നമ്മളത് ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വരുന്നത് വർക്ക് സർട്ടിഫൈഡ് ബൈ ദി ആർക്കിടെക്ട്. വർക്ക് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് ആർക്കിടെക്ട് 75,000 ആണ് സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഇത് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്, വർക്ക് ഇൻ പ്രോസസ് അല്ലെ, പ്രോഗ്രസ്സിലാണ് നമ്മളത് കാണിക്കുന്നത്. അപ്പോൾ നോക്കി വർക്ക് ഇൻ പ്രോഗ്രസ് വർക്ക് സർട്ടിഫൈഡ് എത്ര രൂപയുടെ 75,000. അൺസർട്ടിഫൈഡ് അടുത്ത് തന്നിട്ടുണ്ട് വർക്ക് അൺസർട്ടിഫൈഡ്, ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് വർക്ക് നോട്ട് യെറ്റ് കൺഫേംഡ് ₹4,000. സർട്ടിഫൈ ചെയ്തിട്ടില്ല, പക്ഷെ അത് പിന്നീട് സർട്ടിഫൈ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത്. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്, പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ 75,000 രൂപയുടെ സർട്ടിഫൈ ചെയ്തു, അതുപോലെ അപ്രൂവൽ കിട്ടി. അൺസർട്ടിഫൈഡ് ആയിട്ട് 4,000 ഉണ്ട്. കംപ്ലീറ്റ് 79,000 വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് നമുക്ക് ഉണ്ട്. അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. അപ്പം നോക്കിയേ, നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യുമ്പം വർക്ക് സർട്ടിഫൈഡ് അൺസർട്ടിഫൈഡ് ആണ് ഇവിടെ വ്യത്യാസം വരുന്നുള്ളൂ. അത് നോക്കേണ്ടത് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ അണ്ടറിൽ, ഇതൊരു അസറ്റാണെന്ന് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ അണ്ടറിൽ സർട്ടിഫൈഡും അൺസർട്ടിഫൈഡും കൂട്ടി നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. ഇനി വേറെ ഐറ്റവും ക്വസ്റ്റിൽ തന്നിട്ടില്ല. റിസീവ് ചെയ്ത ക്യാഷാണ് 70,000 തന്നിരിക്കുന്നത്. നമുക്കതിവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്ത് ടോട്ടൽ നോക്കുന്നു. ഡിഫറൻസ് വരുന്ന ഡെബിറ്റ് സൈഡിലാണ്. നമ്മൾ പറഞ്ഞു
ക്യാഷ് പ്രൈസ് എന്ന് വെച്ചാൽ നമ്മുടെ കോൺട്രാക്ട് പ്രൈസിനേക്കാളും വർക്ക് സർട്ടിഫൈഡ് 1/4 കുറവാണെങ്കിൽ, ദാറ്റ് ഈസ് കോൺട്രാക്ട് പ്രൈസ് 4 lakh, അതിൻ്റെ 1/4 1 lakh ആണ്, അതിലും കുറവാണ് വർക്ക് സർട്ടിഫൈഡ് എങ്കിൽ നമ്മൾ ആ കംപ്ലീറ്റ് പ്രോഫിറ്റിനെയും റിസർവിലോട്ട് മാറ്റുന്നു. അപ്പം നമ്മളിവിടെ ടു വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവായിട്ട് ബാലൻസിങ് ഫിഗർ 25,000 കാണിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് കോൺട്രാക്റ്റ് അക്കൗണ്ട് ഫസ്റ്റ് റൂൾ വെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് മാത്രമല്ല നമ്മളോട് പറഞ്ഞിരുന്നത് ബാലൻസ് ഷീറ്റിൽ ഈ എൻട്രി എങ്ങനെ വരുന്നു എന്നുകൂടെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം വർക്ക് ഇൻ പ്രോഗ്രസ് അസറ്റാണ്. നമ്മൾ ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നു, ലയബിലിറ്റി എമൗണ്ട്, അസറ്റ്സ് എമൗണ്ട്. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് അസറ്റാണ്, അസറ്റ് സൈഡിൽ വർക്ക് സർട്ടിഫൈഡ് 75,000, വർക്ക് അൺസർട്ടിഫൈഡ് 4,000. നമുക്കിവിടെ തന്നിട്ടുള്ളതാണ് 79,000 ആണ് വർക്ക് ഇൻ പ്രോഗ്രസ്സിലുള്ളത്. അതിൽ നമ്മൾ റിസീവ് ചെയ്ത ക്യാഷ് അല്ലേ, അത് കുറച്ചിട്ടുള്ളതല്ലേ നമുക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് അസറ്റായിട്ട് കാണിക്കാൻ പറ്റൂ. ഇനി കിട്ടാനുള്ളത് അപ്പം നോക്കിയേ, 70,000 ക്യാഷ് റിസീവ് ചെയ്തു. അപ്പം മിച്ചം 9,000 ആണ് നമുക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് അസറ്റായിട്ട് നമ്മുടെ കയ്യിലുള്ളത്. അപ്പം നോക്കി, വർക്ക് സർട്ടിഫൈഡിലൂടെ അൺസർട്ടിഫൈഡ് ആഡ് ചെയ്തു. അതിൽ നിന്ന് നമ്മൾ റിസീവ് ചെയ്ത ക്യാഷ് എന്ന് വെച്ചാൽ കോൺട്രാക്റ്റിയുടെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്തത് എത്രയാണ്? 70,000 നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. നമ്മളത് കുറച്ചു. അപ്പം 9,000 ആണ് നമുക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് ഉള്ളത്. ഇനി നമുക്കുള്ള അസറ്റ്സ് നോക്കാം. പ്ലാന്റ് അല്ലേ, ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള പ്ലാന്റിൻ്റെ വാല്യൂ, പ്ലാന്റ് അറ്റ് സൈറ്റ് 30,000. നോക്കിയേ, മെറ്റീരിയൽ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കാണ്, അസറ്റാണ്, 5,000. മെറ്റീരിയൽ റിട്ടേൺ അതും നമ്മുടെ കയ്യിലുള്ളത് തന്നെയാണല്ലേ, റിട്ടേൺ വന്നാണെങ്കിലും ദാറ്റ് ഈസ് 1,000. ഇത്ര ഐറ്റം നമ്മൾ കാണിച്ചു. പിന്നെ നമുക്ക് ലയബിലിറ്റി ആയിട്ട് വരുന്ന എന്താ, റിസർവ്സ് ഒക്കെ നമ്മൾ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവ് അല്ലേ, ഇതെന്താണ്, റിസർവ് ആയിട്ട് മാറ്റി വെക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇത് ലയബിലിറ്റിയാണ്. നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ അതിനെ കാണിക്കുന്നു 25,000. പിന്നെ ഇത് ബാലൻസ് ഷീറ്റ് ടാലി ആവുമൊന്നും വേണ്ട, നമ്മൾ ഐറ്റം എങ്ങനെ ഡെപ്പിക്റ്റ് ചെയ്യുന്നു എന്ന് മാത്രം ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി, അല്ലാതെ ഇത് ടാലി ആവേണ്ട ആവശ്യം ഇല്ല. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു 15 മാർക്സ് ക്വസ്റ്റ്യൻ ഒക്കെ വരിക. കോൺട്രാക്റ്റ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റിലെ എൻട്രി എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുമെന്നുള്ളതും ഇത് ഓർക്കുക. നമ്മുടെ വർക്ക് സർട്ടിഫൈഡ് കോൺട്രാക്ട് പ്രൈസിലും 1/4 കുറവാണെങ്കിലാണ് നമ്മൾ ഈ റൂള് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു.